നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തീർക്കാണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വെറുതെ അനാവശ്യമുള്ള വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഹൗ ടു കിൽ പ്രൊക്കാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ലേസിനെസ്സിനെ എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം. സോ അതിനുള്ളിൽ ലൈഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയാം. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേസിനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതായത് നമുക്ക് ഇന്ന് കുറെ അധികം ടാസ്കുകൾ ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ റൂം നിങ്ങൾക്ക് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ നാളെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ള ആ ഒരു തോട്ടില്ലേ, അതിനെയാണ് നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്, അഥവാ ലേസിനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ നമുക്ക് ഓവറായിട്ടൊരു സ്ട്രെസ് വരാനും അതുപോലെ തന്നെ ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് അല്ലാണ്ടിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് എങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കാം. സോ നമുക്ക് കുറച്ച് ടിപ്സിലൂടെ തന്നെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സിലൂടെ തന്നെ ഇത് ഫോളോ ചെയ്ത് പോവാം. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 2 minutes റൂൾ. 2 minutes റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ഏത് കാര്യവും ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പൊ നിങ്ങൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ അത് നാളത്തേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ഓൺ ദ സ്പോട്ടിൽ ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഫോളോ ചെയ്യാം, ജസ്റ്റ് 2 minutes. ഈ 2 minutes റൂൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ശരിക്കും പ്രൊക്കാസ്റ്റിനേറ്റ് ആണ് എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം നമുക്കത് അതിലേക്ക് എത്താൻ പറ്റുള്ള ഈ ഒരു 2 minutes റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാണ്ട് ഹെൽപ്പ് ചെയ്യും. ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. സോ ഏത് കാര്യമാണ് നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യം ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഫോളോ ചെയ്യണം. ദി സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് എലിമിനേറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. കാരണം നിങ്ങളിപ്പോ ഒരു പ്ലേസിൽ ഇപ്പോൾ വർക്ക് ചെയ്യാനിരിക്കണേ, ഇപ്പൊ ഒരു ടേബിളിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ് ഫുള്ള് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഫുള്ള് പോകുന്നത്. അതേസമയം നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു വർക്കിലേക്ക് ഇടാനായിട്ട് പറ്റും. സോ എപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് മാക്സിമം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് 25 minutes വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു എന്താ പറയാ, ഈ റൂൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു 25 മിനിറ്റ് വർക്ക് ചെയ്യണ മിനിറ്റ് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു 5 മിനിറ്റിൽ മാക്സിമം ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ വർക്ക് പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് ദാറ്റ് റിവാർഡ് യുവർ സെൽഫ്. ഇതാണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബോഡിയാണ്. സോ നമ്മൾ ബോഡിക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഭയങ്കര ലേസിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടി, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മടി ഫീൽ ചെയ്യും. സോ അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് റിവാർഡ് യുവർ സെൽഫ്. സോ എങ്ങനെ നമ്മുടെ ബോഡിയെ റിവാർഡ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിവാർഡ് ആയിട്ട് കൊടുക്കുക. ഈ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു 10 പേജ് ബുക്ക് നിങ്ങൾ ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും റിവാർഡ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സൈക്ലിങ്ങിന് പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 minutes വോക്ക് ആയിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ആ ഒരു ടൈമിൽ. അപ്പൊ നമുക്ക് പിന്നെയും ആ ഒരു ആക്ടിവിറ്റീസ് ആ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ ബോഡി പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സിഗ്നൽ പിന്നെ തന്നോണ്ടിരിക്കും. സോ മെയിൻ തിങ് ആണ് റിവാർഡ് യുവർ സെൽഫ്. സോ ഈ ഒരു സ്റ്റെപ്സിലൂടെ നമുക്ക് മാക്സിമം നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് ഒന്ന് ഒതുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പഴയ പോലെ എന്തായാലും ആകൂല. കാരണം ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ വെറുതെ കണ്ടോട്ട് കാര്യമില്ല, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു റിസൾട്ട് എല്ലാം പ്രൊക്കാസ്റ്റിനേഷൻ കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ഇതൊരു ലോങ് പ്രോസസ് ആണ്. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തേക്കാം, ചിലപ്പോൾ മാസങ്ങളോടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ആ ആക്ടിവിറ്റീസിൽ ഇടുന്ന പോലെ ഇരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു എന്താ പറയാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ കോണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. സോ ലെറ്റ്സ് ഗ്രോ ടുഗദർ.